പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശുചിത്വ യജ്ഞം ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഡെലി സിജു യോഹന്നാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി, മുനിസിപ്പൽ കൗൺസിലർമാരായ KS പ്രസാദ്, MS ദാസൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ, സെക്രട്ടറി ഷൈജോ ജോസ് എന്നിവർ പങ്കെടുത്തു. ക്ലീൻ സിറ്റി മാനേജർ S ബേബി, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നിസാർ A, ഇംന V എന്നിവർ നേതൃത്വം നൽകി. മഴക്കാല പൂർവ്വരോഗ ശുചീകരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യഘട്ടം പൂർത്തിയാക്കി പഠനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ശുചിത്വം കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനമാണ് സർക്കാർ നിശ്ചയിക്കുന്ന പോലെ ഒരു ക്ലീൻ ഡ്രൈവ് നമ്മുടെ നഗരസഭയുടെ എല്ലാ പ്രദേശത്തും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ആരോഗ്യ വിഭാഗത്തിന് നേതൃത്വത്തിൽ നിന്നുള്ള ആരംഭിക്കുന്നത്. അത് നഗരസഭയുടെ സ്വന്തം പ്രോപ്പർട്ടി ആയിട്ടുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഞാൻ നഗരവാസികൾക്ക് ഒരു ഉറപ്പ് നൽകുന്നത്, ഈ ശുചീകരണ വാരവും ശുചീകരണ മാസമൊക്കെ കഴിയുന്നതോടുകൂടി ഇരിങ്ങാലക്കുട പട്ടണം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഒന്നാമത്തെ പട്ടണമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇങ്ങനെയുള്ള പദ്ധതികൾ രൂപം കൊടുത്തിട്ടാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും അതിന് നേതൃത്വം കൊടുക്കുന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. നഗരസഭയുടെയും മുഖ്യ ലക്ഷ്യം അത് തന്നെയാണ്. നമ്മുടെ പട്ടണം ഏറ്റവും ശുചിത്വമുള്ള പട്ടണമാക്കി മാറ്റി ആരോഗ്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു തലമുറ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നഗരസഭയുടെ ലക്ഷ്യം. കുറഞ്ഞ വേഗതയുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടുന്ന റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ നിയമം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ ശ്രദ്ധ ക്ഷണിക്കൽ. 250 വാട്ട്സിൽ താഴെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ നിലവിൽ മോട്ടോർ വാഹനങ്ങളുടെ പരിധിയിൽ വരുന്നില്ല. ഇവ ഓടിക്കുന്നവർ മോട്ടോർ വാഹന നിയമങ്ങളുടെ പരിധിയിലും വരുന്നില്ല. ഇത്തരം വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെയും 2-ലധികം പേർ സഞ്ചരിക്കുന്നതും കൃത്രിമമായി വാട്ടേജ് വർധന വരുത്തി അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നതും നിരവധി അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മോട്ടോർ വാഹന നിയമത്തിന്റെ പരിധിയിൽ വരാത്തതിനാൽ ചികിത്സയ്ക്കോ ആശ്രിതർക്കോ ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാകില്ല. പൊതുനിരത്തുകൾ ഉപയോഗിക്കുന്നവരുടെ സുരക്ഷ കൂടി പരിഗണിച്ച് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് സുരക്ഷാ നിയമം നടപ്പിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തോമസ് ഉണ്ണിയാടൻ ചൂണ്ടിക്കാട്ടി. ആളൂരിൽ പോലീസ് വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച ജുവിൻ രാജുവിൻ്റെയും ഗുരുതരമായി പരിക്കേറ്റ അനന്തകൃഷ്ണനെയും സഭയിൽ അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിന് പുറമെ ഈ സ്കൂട്ടർ സുരക്ഷയ്ക്കായി മറ്റു നിയമങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കണമെന്ന് തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സംസ്ഥാന സർക്കാരിനുള്ള ചട്ടനിർമ്മാണ അവകാശം ഉപയോഗിച്ച് വിഷയത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മറുപടി നൽകി. റോഡപകടം മൂലം പൊതുനിരത്തുകളിൽ പൊലിയുന്ന ജീവനുകൾ അനവധിയാണ് സാർ. ഒട്ടനവധി ജീവനുകൾ വലിയ നിലയിൽ തന്നെ അപകടം സംഭവിച്ച് വികലാംഗരായി മാറുന്ന സാഹചര്യമുണ്ട് സാർ. ഒട്ടനവധി കുടുംബങ്ങൾ അനാഥരുമാകുന്നുണ്ട് സാർ. ആ സന്ദർഭത്തിലാണ് കൂനിന്മേൽ കൂര് പോലെ 1988 കേന്ദ്ര വാഹന നിയമം 2019 ഭേദഗതി കൊണ്ട് ഇലക്ട്രിക് ഇരുവാഹനങ്ങളെ പരിപൂർണമായി കേന്ദ്ര വാഹന നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. സാർ, അതുമൂലം
കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ട്. 250 വാട്ട്സിന് താഴെ മാത്രം ഉപയോഗിക്കാവൂ. 25 കിലോമീറ്ററിന് താഴെ മാത്രമേ സ്പീഡ് ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കമ്പനികൾ തന്നെ ചെയ്തു കൊടുക്കുകയാണ് സാർ. 250 വാട്ട്സിന് മുകളിൽ എനർജി കൊടുക്കുന്നു, 25 കിലോമീറ്ററിനപ്പുറം സ്പീഡിൽ പോകാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. സാർ, ഇതൊക്കെ വരുമ്പോൾ വലിയ നിലയിലുള്ള അപകടം ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർക്കുണ്ടാവുകയാണ്. സാറ്, ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സലീഷ് NS, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സന്തോഷ് കുമാർ, ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ദിലീഷ് T, ക്യാപ്റ്റൻ ലിറ്റി ചാക്കോ, ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ, വീണ സാനി എന്നിവർ പങ്കെടുത്തു. ക്യാമ്പയിൻ്റെ ഭാഗമായി എയ്റോബിക് ഡാൻസ്, ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ്, തെരുവു നാടകം എന്നിവ നടന്നു. ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. Even ഞാൻ എൻ്റെ കോളേജ് സമയം എൻ്റെ when I was studying, a lot of people came and approached me for something that I was not comfortable. അവർ എന്നോട് പറഞ്ഞു, try once. Then what I did, no try once, because എനിക്ക് അറിയാം try once ഏറ്റവും ഡേഞ്ചറസ് പാർട്ടാണ് ഇംഗ്ലീഷിൽ. Okay, so and ഇവിടെ can anyone of you tell me who wants to be successful in their lives? Can I have a raise of hands? Oh, everybody. So and നിങ്ങൾക്ക് അറിയാം, as they say, courage is about taking risky decisions in life. എൻ്റെ അഭിപ്രായത്തിൽ courage is not about taking risky decisions in life, പക്ഷേ the ability to say no when there is a peer pressure, when everybody is asking you to say yes, that is the real courage. And Operation Tufan, as you can see there, അത് ഞങ്ങൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് just we alone can't achieve everything. We need your support. Definitely ഞങ്ങൾക്ക് കുറച്ച് ഡ്രഗ്സ് കേസ് എൻഫോഴ്സ്മെന്റ് ബന്ധപ്പെട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ ഒരു ക്യാമ്പസ്, ഏതെങ്കിലും സ്ഥലം അത് ഫ്രീ ഡ്രഗ്സിന് വേണ്ടി നിങ്ങളുടെ സഹായം വേണം. And I firmly believe that all of you can achieve this when we have your support. I am confident that everything we can achieve here. So I will not take much of your time. I just want to tell one thing, that say no to any form of addiction. Choosing your battle, make yourself up and dust yourself off and back in the saddle. You're on the front line, everyone's watching. You know it's serious, we're getting closer, this isn't over. The pressure's on, you feel it, but you got it all, believe it. When you don't get up, oh, if you don't get up, hey, Tamina, Sangalewa, 'cause this is Africa. Tamina, hey, waka waka, hey, Tamina, Sangalewa, this time for Africa.
വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുല്ലൂർ ഗ്രാമീണ വായനശാലയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. എഴുത്തുകാരനും സംവിധായകനുമായ സോഹൻ റോയ് രചിച്ച കസ്തൂരി ശലഭം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ചർച്ച മുൻമന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തിരക്കഥാകൃത്തും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ PK ഭരതൻ മാസ്റ്റർ പുസ്തക പരിചയം നടത്തി. PB അസീന ടീച്ചർ, മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, P അച്യുതൻ മാസ്റ്റർ, CT ശശി എന്നിവർ പ്രസംഗിച്ചു. ഒരു കാലഘട്ടത്തിന്റെ പ്രതീകം എന്ന് പരിഗണിക്കാവുന്ന വിധത്തിൽ വളരെ സജീവമായ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക ജീവിതവും മുന്നോട്ട് കൊണ്ടുപോയ മഹതിയായ ഒരു സ്ത്രീരത്നത്തെക്കുറിച്ച് അവരുടെ മകൻ തന്നെ രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. മകൻ രചിച്ചു എന്ന് പൂർണ്ണാർത്ഥത്തിൽ ശരിയാവുകയില്ല. അമ്മയുടെ ഡയറി കുറിപ്പുകൾ സമാഹരിക്കുകയും അവരെക്കുറിച്ച് മറ്റ് പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കൾ എഴുതിയ അനുസ്മരണ കുറിപ്പുകൾ സമാഹരിക്കുകയും ചെയ്തുകൊണ്ട് അതിലൊക്കെ തന്നെ സ്വന്തം കമന്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സോഹൻ റോയ് എന്ന മകൻ തയ്യാറാക്കിയിട്ടുള്ള തിലോദകമാണ് ഈ പുസ്തകം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വളരെ സാധ്വിയായ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ മുന്നേറുന്നതിന് നല്ല രീതിയിൽ പരിശ്രമിച്ച ആ കാലഘട്ടത്തിൻ്റെ സന്ദേശം ഉറക്കെ വിളംബരം ചെയ്ത ഒരു മഹതിയുടെ ജീവിത കഥ പുസ്തകമായി നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നത്. ബയോഗ്രഫി, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവചരിത്രം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തെ കൂടി അടയാളപ്പെടുത്തുന്നതാണ്. വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, വ്യക്തിയും സമൂഹവുമായി വളരെ ഇഴുകിച്ചേർന്ന് നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ ജീവിതമാണ് രേഖപ്പെടുത്തപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മളത് ഏത് വിഭാഗത്തിൽ പെടുത്താൻ സാധിക്കും എന്ന ടീച്ചർ ചെറുതായിട്ട് സൂചിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിനൊരു ഡോക്യുമെൻ്ററിയുടെ സ്വഭാവം, അതോടൊപ്പം അതൊരു ഫോട്ടോഗ്രാഫി, ബയോഗ്രാഫി ഒക്കെ കൂടിച്ചേർന്ന ഒരു ഘടനയുമുണ്ട്. ഫിക്ഷൻ്റെ അംശങ്ങളുമുണ്ട്. കവിതയെക്കുറിച്ചൊക്കെ അതിമനോഹരമായിട്ടുള്ള കൽപ്പനകൾ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പം ഈ പുസ്തകത്തിന് വളരെ വ്യത്യസ്തമായ ഒരു തലം ഈ പുസ്തകത്തിന്. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ സ്മിത കൃഷ്ണകുമാർ, ശ്രീലക്ഷ്മി മനോജ്, മാനേജ്മെന്റ് പ്രതിനിധി VPR മേനോൻ, PTA പ്രസിഡന്റ് അനിത് VB, MPTA പ്രസിഡന്റ് ബിജിത ജോഷി, മുൻ പ്രിൻസിപ്പൽ ജയലക്ഷ്മി K എന്നിവർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ സീന KP സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ലേഖ NA നന്ദിയും പറഞ്ഞു. ഒട്ടുമിക്ക സന്ദർഭങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ളത് വെറുതെ വന്നിട്ടുള്ളതല്ല, അഭിനന്ദനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അഭിനന്ദിക്കാനുള്ള ഒരു വക എപ്പോഴും ഈ വിദ്യാലയം ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും. യുവജനോത്സവത്തിൻ്റെയൊക്കെ തിരശ്ശീല ഉയർന്നു കഴിഞ്ഞാൽ ഒരു നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേര് ഇങ്ങനെ പത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇങ്ങനെ ഇറങ്ങുന്നു, ടോപ്പാകുന്നു, ഇന്ന മത്സരങ്ങളിൽ വിജയികളാകുന്നു എന്ന നിലയിലുള്ള വാർത്തകളാണ് സ്പോർട്സ് മേഖലയിൽ ഒക്കെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ മേഖലയിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാ നിലയിലും നോക്കുമ്പോൾ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം നാഷണൽ സെക്കൻഡറി സ്കൂളാണ്. ഞാൻ കണക്കെടുത്തപ്പോൾ 2200-ലധികം കുട്ടികൾ നമ്മുടെ പല സംവിധാനത്തിൽ പഠിക്കുകയാണ്. FP ക്ലാസ് തൊട്ട് ഞാൻ കൂട്ടി നോക്കുമ്പോൾ 2250 കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു സ്കൂളും ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലില്ല. അത് ആണ് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മറ്റൊരു നേട്ടം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, SSLCക്ക് ഈ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് എത്തിയത് നമ്മുടെ വിദ്യാലയമാണ്. 343 കുട്ടികൾ
അത് ഒരു നിയമത്തിൽ ഒരു സ്കൂളിലുമില്ല. 341 കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% കുട്ടികൾ വിജയിക്കുന്നതായ പക്ഷെ ഒരു കുട്ടി വിജയിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിച്ച വിദ്യാലയം ഇരിങ്ങാലക്കുട നിയമമണ്ഡലത്തിൽ SSLCക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ച നിയമമണ്ഡലം ഈ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 14-ാം വാർഡിലെ പ്രിയദർശിനി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദരണീയം 2026 മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ്, എവിൻ PA എന്നിവർ പ്രസംഗിച്ചു. വാർഡ് കൗൺസിലർ ജോസ്മി ഷാജി സ്വാഗതവും ബൂത്ത് പ്രസിഡന്റ് PJ തോമസ് നന്ദിയും പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ പഠന കാലഘട്ടത്തിലാണ് കോവിഡ് കാലത്ത് എങ്ങനെയാണ് പഠിക്കുക എന്ന് ലോകം കാണിച്ചു തന്നത്. അധ്യാപകരില്ലാതെ, പാഠപുസ്തകം ഇല്ലാതെ, കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും TV-യിലും നോക്കി പഠിക്കേണ്ട ഒരു അവസരം നിങ്ങളുടെ പഠന കാലഘട്ടത്തിൽ അത് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് നല്ല വിജയം കരസ്ഥമാക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയപടി നിങ്ങൾ ചവിട്ടിക്കയറുകയാണ്. നമുക്കറിയാം 1995 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീ A.K. ആന്റണി അധികാരത്തിൽ വന്നപ്പോഴാണ് കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസം ആരംഭിക്കണം എന്ന് തീരുമാനം കൈക്കൊണ്ടത്. ഇന്ന് കാണുന്ന 100-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകൾ, 32 മെഡിക്കൽ കോളേജുകൾ, 100-ലധികം പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത്ര തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിക്കാനായിട്ടുള്ള ബിസിനസ് സ്കൂളുകൾ എല്ലാം ഉള്ളൊരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാൻ തീരുമാനം കൈക്കൊണ്ടത് ശ്രീ ആന്റണിയാണ്. അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടായാൽ മാത്രം പോരല്ലോ, പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സംസ്ഥാനത്ത് തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി ദുബായ് പോർട്ടുമായി സ്മാർട്ട് സിറ്റി കരാറിൽ ഏർപ്പെട്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സ്മാർട്ട് സിറ്റി കരാർ ഏർപ്പെട്ടു. സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചു. നിർഭാഗ്യവശാൽ പിന്നീട് വന്ന ശ്രീ പിണറായിയുടെ 2 ഗവൺമെൻറ് ആ സ്മാർട്ട് സിറ്റിയെ പ്രോത്സാഹിപ്പിക്കാനോ ആ സ്മാർട്ട് സിറ്റി ഉദ്ദേശിച്ച പോലെ പ്രാവർത്തികമാക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് അനുഭവം. അതിൻ്റെ ഫലമായി നമ്മുടെ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് SSLC, +2, BTech. പുരോഗമന കലാസാഹിത്യ സംഘം പുല്ലൂർ യൂണിറ്റിന്റെയും ചമയം നാടകവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മാനവികതയുടെയും സ്നേഹത്തിന്റെയും ഇരുണ്ട കാലത്തിന്റെ അളർത്തി മാറ്റപ്പെടുന്ന കഥ പറയുന്ന സപ്പോസ് നാടകത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പുല്ലൂർ ഗ്രാമീണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ മുൻമന്ത്രി ഡോക്ടർ R. ബിന്ദു ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. KR രമേശാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. വേണു എളന്തോളി സ്വാഗതവും സുകുമാരൻ തൃക്കാശ്ശേരി നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.